ചെയ്ത് ദാവീദിനെ കൊണ്ടുവന്നു. ദാവീദ് ഹൃദയപ്രകാരമുള്ള മനുഷ്യനാകുന്നു. ദാവീദിൽ കൂടെ ദൈവം പറഞ്ഞു ദാവീദിനോട്, നിനക്കൊരു സന്തതി ഉണ്ടാവും. അത് ശലോമോനെ കുറിച്ചല്ല പറഞ്ഞത്, അത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ സന്തതിയാണ് വാസ്തവ രാജാവ്, യഥാർത്ഥ രാജാവ്. ആ യഥാർത്ഥ ഇസ്രായേലിലെ രാജാവ് ഒരു മനുഷ്യ രാജാവായിരിക്കും. യഹോവ മനുഷ്യരൂപം എടുത്തു വരും. അന്ന് ദാവീദിന് അത് മനസ്സിലായില്ല. ഇതിനു മുമ്പേ അബ്രഹാമിനോടും ദൈവം ഇതേ കാര്യം പറഞ്ഞിരുന്നു. തൻ്റെ പുത്രനെ അവൻ ബലിയാക്കാനായിട്ട് അർപ്പിക്കുന്ന സമയത്ത് ഒരു മാടിനെ അവന് പകരമായി കൊടുത്തിട്ട് ദൈവം ഉടമ്പടി സ്ഥാപിക്കുന്ന സമയത്ത് രക്തത്താലുള്ള ഉടമ്പടി, പരിച്ഛേദനയുടെ ഉടമ്പടി ഒന്നുകൂടെ ഉറപ്പിക്കുന്ന ആ സമയത്ത് ഇപ്രാവശ്യം ആ പുത്രനായ ഇസാക്കിൻ്റെ പരിച്ഛേദന രക്തമല്ല ഉപയോഗിക്കുന്നത്, പകരം ഉപയോഗിക്കുന്നത് ഒരു മാടിൻ്റെ രക്തമാണ്, കളങ്കമില്ലാത്ത രക്തം. ദൈവം ആ മാടിലൂടെ കാണിക്കുന്നത് വരാനിരിക്കുന്ന ഒരു മെസ്സിയ ഉണ്ട്, നിന്റെ സന്തതിയായി വരും, അബ്രഹാമിൻ്റെ സന്തതിയായി വരും, ഇസാക്കിൻ്റെ സന്തതിയായി വരും, ദാവീദിൻ്റെ കുലത്തിൽ ജനിക്കും. അവൻ്റെ ക്രൂശീകരണത്തിൽ കൂടെ, ആ രക്തത്തിൽ കൂടെ, അവൻ്റെ പരിച്ഛേദനയിൽ കൂടെ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം, ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയിൽ കൂടെ ദൈവം ആ ഉടമ്പടി വാസ്തവികമായ രീതിയിൽ സ്ഥാപിച്ചെടുക്കും. രക്തത്താൽ മാത്രമേ ഉടമ്പടി ഉറപ്പിക്കാൻ പറ്റുള്ളൂ അന്നത്തെ കാലഘട്ടത്തിൽ. ആ ഉടമ്പടിക്കകത്ത് ദൈവം പാപങ്ങൾ ക്ഷമിക്കും, അനുഗ്രഹിക്കും. പാപങ്ങൾ ക്ഷമിച്ചാൽ മാത്രമേ അനുഗ്രഹിക്കാൻ പറ്റുള്ളൂ. കാരണം പാപത്തിൻ്റെ റിസൾട്ടായിട്ടാണ് ശാപം, മരണം, ദ്രവത്വം, നരകം, ഇതൊക്കെ ശിക്ഷാവിധി ഒക്കെ കടന്നു വന്നിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് മാറ്റണമെങ്കിൽ, ശാപം മാറ്റണമെങ്കിൽ, ഒറ്റയടിക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ പാപം ക്ഷമിച്ചാൽ മതി. പാപം ക്ഷമിക്കാൻ രക്തം വേണം. അത് കർത്താവ് ഉണ്ടാക്കിയ നിയമമാണ്. ആദ്യം പരിച്ഛേദനയുടെ രക്തമായിരുന്നു, പിന്നീട് ആടുമാടുകളുടെ രക്തമാണ്. അബ്രഹാമിൻ്റെ മകനെ റിഡീം ചെയ്യാനായിട്ട് ഉപയോഗിച്ചത് ഒരു മാടിൻ്റെ രക്തമാണ്. ഇസ്രായേലിനെ മുഴുവനും ഫറവോനിൽ നിന്ന് വിടുവിക്കാനായിട്ട് ഉപയോഗിച്ചത് പല ആടുകളുടെ രക്തമാണ്. പിന്നീട് ദൈവാലയത്തിലും ആടുകളുടെയും മാടുകളുടെയും രക്തമാണ് ഉപയോഗിച്ചത്. ഈ ആടുകളുടെയും മാടുകളുടെയും രക്തത്തിന് എന്ത് ശക്തിയാണുള്ളത്? ഒരു ശക്തിയില്ല. ഇത് വാസ്തവത്തിൽ ഒരു പ്രതീകമാണ്. വരാനിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു സൈൻ പോസ്റ്റാണ്, ഒരു അടയാളമാണ്. ഞാനിതിലേക്ക് നടക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട്, ഒരു സ്നേഹിതനുണ്ട്, BJPയുടെ കാൻഡിഡേറ്റാണ്, ടി റനീഷ്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റർ നമുക്ക് കാണാം. ഈ പോസ്റ്റർ എന്ന് പറയുന്നത് അയാളല്ല, പക്ഷെ പോസ്റ്റർ നമ്മളെ അയാളുടെ ഓഫീസിലേക്ക് നയിക്കും. ആ സൈൻ പോസ്റ്റാണ്. അന്ന് പറയുന്നത് മാതിരിയാണിത്. ഈ രക്തം എന്ന് പറയുന്നത്, ആടുമാടുകളുടെ രക്തം എന്ന് പറയുന്നത്, പരിച്ഛേദനയുടെ രക്തം എന്ന് പറയുന്നത്, ഈ ഉടമ്പടിയെ സ്ഥാപിക്കാനായിട്ട് ഉപയോഗിക്കുന്ന രക്തം എന്ന് പറയുന്നത്, വാസ്തവത്തിൽ ഈ ഉടമ്പടിയെ സ്ഥാപിക്കുന്നത് ഈ രക്തമല്ല. ഈ രക്തം വെറും ഒരു സിഗ്നേച്ചറാണ്, ഒരു സൈൻ പോസ്റ്റാണ്. വാസ്തവത്തിൽ ഈ രക്തത്തിൻ്റെ അധികാരി, അല്ലെങ്കിൽ ഈ രക്തത്തിന് ഒരു പവർ കൊടുക്കുന്ന ആ അധികാരം വരുന്നത് ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടെയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിൽ അവൻ ഒഴുക്കാൻ പോകുന്ന ആ രക്തം, അതിൻ്റെ ഒരു അഡ്വാൻസ് സൈൻ പോസ്റ്റ് മാത്രമാവും. ആ രക്തമാണ് ഇതിന് ലെജിറ്റിമസി തരുന്നത്. ഈ ഉടമ്പടിക്ക് ഒരു ആധികാരികത തരുന്നത് കർത്താവിൻ്റെ മുന്നോട്ട് ചൊരിയാൻ പോകുന്ന ആ രക്തമാണ്. അന്ന് അബ്രഹാമിന് അതിനെപ്പറ്റി ഒന്നും മനസ്സിലായില്ല. അതേമാതിരി ദാവീദിനും ഒന്നും മനസ്സിലായില്ല. ദാവീദ് കുലത്തിലൊരു രാജാവ് ജനിക്കും അത്രേ. ആ രാജാവിൽ കൂടെ ആയിരിക്കും ദൈവം ഈ ഇസ്രായേലിനെ മുഴുവനായിട്ടും അനുഗ്രഹിക്കുകയും അന്യജാതികളെ അനുഗ്രഹിക്കുകയും ലോകത്തെ മുഴുവനായിട്ട് അനുഗ്രഹിക്കുകയും പ്രപഞ്ചത്തെ മുഴുവനായി അനുഗ്രഹിക്കുകയും പ്രപഞ്ചത്തിൻ്റെയും ലോകത്തിൻ്റെയും മനുഷ്യരുടെയും ഇസ്രായേലിൻ്റെയും ശാപം മുഴുവനായി മുറിച്ച് മാറ്റി അവിടെ പാപം ക്ഷമിച്ച് അവരുമായൊരു പുതിയ ഉടമ്പടി ചെയ്ത് രക്തത്താൽ അവരെ കഴുകി അവരെ അനുഗ്രഹിച്ച് നിത്യജീവൻ അവർക്ക് കൊടുക്കാൻ പോകും. ആ നിത്യജീവൻ എന്ന് പറയുന്നത് പുനരുത്ഥാനമാണ്. കർത്താവ് യേശുക്രിസ്തു മരിക്കാൻ മാത്രമല്ല ചെയ്തത്, മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റു. കർത്താവ് ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നമ്മുടെ ഈ സുവിശേഷ പ്രചരണം വെറുതെയാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് ആ സുവിശേഷത്തിന് ശക്തിയുള്ളത്. പാപത്തെ, മരണത്തെ, ദ്രവത്വത്തെ, സാത്താനെ, വെറുപ്പിനെ, അതിനെയെല്ലാം കർത്താവ് അതിജീവിച്ചു. സ്നേഹത്താൽ ഇതിനെയൊക്കെ ക്രൂശിൽ ജയിച്ചു. ഇതിൻ്റെ മേൽ ക്രൂഷ്യൽ ജയോത്സവം കൊണ്ടാടിയ ശേഷം ന്യായപ്രമാണത്തിന് തരാൻ കഴിയുന്ന മാക്സിമം ശിക്ഷ കർത്താവ് അനുഭവിച്ചിട്ട് കർത്താവ് പറയാണ്, ഇനി ഈ ന്യായപ്രമാണം ഉപയോഗിച്ചിട്ട് വേറെ ആരെയും ശിക്ഷ വിധിക്കാൻ പറ്റില്ല.
അതേ ന്യായപ്രമാണ പ്രകാരം ഇനി അവർ എന്നിൽ വിശ്വസിക്കുന്നത് മുഖാന്തരം അനുഗ്രഹിക്കപ്പെടും. ഞാൻ മുഖാന്തരം അവർക്ക് പരിശുദ്ധ ആത്മാവിനെ ലഭിക്കും. പരിശുദ്ധ ആത്മാവിനെ ലഭിച്ചു കഴിയുമ്പോൾ അവരുടെ പാപങ്ങൾ ഓൾറെഡി ക്ഷമിച്ച് കഴിഞ്ഞു. അവിടെ ഹൃദയങ്ങൾ പരിച്ഛേദന ചെയ്യപ്പെടും. ഞാനിവിടെ പരിച്ഛേദന ചെയ്യപ്പെടുന്നത് പോലെ, എൻ്റെ രക്തം ചൊരിയപ്പെടുന്നത് പോലെ ആ രക്തത്താൽ ഉടമ്പടി പുതുക്കപ്പെടും. അവരുടെ ഹൃദയങ്ങൾ പരിച്ഛേദന ചെയ്യപ്പെടും. അവരുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് വന്ന് സ്നേഹമാകുന്ന ന്യായപ്രമാണം മാംസളമായ ഹൃദയങ്ങളിൽ, കഠിനതയുള്ള ഹൃദയങ്ങളിലല്ല, മാംസളമായ ഹൃദയങ്ങളിൽ. കാരണം പാപം ക്ഷമിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് പിന്നെ ഒന്നും അവകാശപ്പെടാനില്ല. ഞാൻ ഇന്നതാണ് അന്നതാണ്, ഞാൻ ഇന്നത് ചെയ്തു ഒന്നും പറയാനില്ല. അവൻ കർത്താവേ ദയ, നിന്റെ കരുണ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് മഹത്വം എന്നല്ലാതെ അവനൊന്നും പറയാനില്ല. അങ്ങനെ പറയുന്നവൻ്റെ ഹൃദയത്തിൽ ദൈവം സ്നേഹമാകുന്ന ആ ന്യായപ്രമാണം അവൻ്റെ വിരൽ കൊണ്ട് എഴുതും. കർത്താവ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിയില്ലേ? തൻ്റെ സ്വന്തം വിരലുകൊണ്ട് കർത്താവ് ആ ന്യായപ്രമാണം എഴുതി മോശയ്ക്ക് കൽപ്പലകമേൽ കൊടുത്തില്ലേ? ഇനി കൽപ്പലകമേലല്ല, ഹൃദയമാകുന്ന മാംസപ്പലകമേൽ കർത്താവ് എഴുതാൻ പോവാണ് കരുണ, ദയ എന്ന് പറയുന്ന. ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞ എന്താണ്? ഞാൻ ദൈവത്തിൻ്റെ വിരലുകൊണ്ട്. അതിനു മുമ്പ് ആത്മാവെന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആ ലൂക്കോസിലെ വാക്യത്തെ വ്യാഖ്യാനിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട വാക്യമാണ്. ഞാൻ ദൈവത്തിൻ്റെ വിരലുകൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു നിശ്ചയം എന്ന് കർത്താവ് പറയുകയുണ്ടായി. കർത്താവ് അതിനു മുമ്പ് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. കർത്താവിൻ്റെ അഭിഷേകത്തെ അവർ ചോദ്യം ചെയ്യാണ്. നീ വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിനാലാണോ ദുഷ്ടാത്മാവിനാലാണോ ഇത് ചെയ്യുന്നത് എന്ന് അവർ ചോദ്യം ചെയ്യുന്ന ആ വേളയിലാണ് കർത്താവ് ഇത് പറയുന്നത്. കർത്താവ് പറയാണ്, എനിക്കെതിരെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ദൈവം ക്ഷമിക്കും. പക്ഷേ പരിശുദ്ധാത്മാവിനെതിരെ, അഭിഷേകത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ കർത്താവ് ക്ഷമിക്കില്ല എന്ന് മാത്രമല്ല, ശിക്ഷാവിധി വരുമെന്ന് മാത്രമല്ല, നിങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും, നരകത്തിൽ പോകും. ഇവിടെ മനസ്സിലാക്കുക, ഞാൻ ദൈവത്തിൻ്റെ വിരൽ കൊണ്ട്, ആ ദൈവത്തിൻ്റെ വിരൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ ന്യായപ്രമാണം എഴുതിയ വിരലാണ്. ആ ന്യായപ്രമാണം ഹൃദയമാകുന്ന കൽപ്പലകമിൽ പരിശുദ്ധാത്മാവിനാൽ ദൈവം അവൻ്റെ കൈകൊണ്ട് എഴുതുകയാണ്. എന്താണ്? ദൈവത്തെ ഏറ്റവും സ്നേഹിക്കണം, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം, ഡു മേഴ്സി, മറ്റുള്ളവരോട് കരുണ കാണിക്കണം, ദയ കാണിക്കണം, മറ്റുള്ളവരെ ശുശ്രൂഷിക്കണം, സ്നേഹിക്കണം, കരുതണം, സഹായിക്കണം, അനുഗ്രഹിക്കണം. നാം അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാകൊണ്ട് മറ്റുള്ളവരെ അനുഗ്രഹിപ്പീൻ. നമ്മളെ ഇങ്ങോട്ട് അവർ ഉപദ്രവിച്ചാലും തിരിച്ച് നന്മ ചെയ്യണം, നന്മയാൽ തിന്മയെ ജയിക്കണം. ആ കർത്താവ് കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ട് മാത്രം അവിടെ തീർന്നിരുന്നെങ്കിൽ ഈ സുവിശേഷത്തിന് യാതൊരു പ്രസക്തി ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ കർത്താവ് മരിക്കാൻ മാത്രമല്ല ചെയ്തത്, അടക്കപ്പെട്ടു മൂന്നാമത്തെ ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. അടക്കം പ്രധാനമാണ്. കാരണം അടക്കി എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ ബോഡി കിട്ടിയില്ല എന്നതും സ്ഥാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവരെല്ലാവരും കൂടെ തെരഞ്ഞിട്ടും കർത്താവിനെ കണ്ടുപിടിക്കാൻ, കർത്താവിൻ്റെ ബോഡി കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് സ്ഥാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കർത്താവ് വാസ്തവമായി മരിച്ചു എന്നതും സ്ഥാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മുസ്ലിങ്ങൾ വന്ന് പറയും കർത്താവ് വാസ്തവത്തിൽ മരിച്ചില്ല, കർത്താവ് ഇങ്ങനെ പോയി അങ്ങനെ പോയി. ചില ആളുകൾ പറയും കർത്താവിൻ്റെ ബോഡി മോട്ടിച്ച്. ഇതൊന്നുമല്ല സത്യം. കർത്താവിൻ്റെ ബോഡി അവർ തിരയാൻ ശ്രമിച്ചിട്ടും കിട്ടിയില്ല. കാരണം കർത്താവ് ഉയർത്തെഴുന്നേറ്റില്ലേ? കർത്താവിൻ്റെ ബോഡി കൊണ്ടൊന്ന് അവിടെ വെച്ചിരുന്നെങ്കിൽ അതോടെ ഈ സുവിശേഷത്തിൻ്റെ പ്രസക്തി തീരും. ഇതൊരു സുവിശേഷം അല്ലാതായി തീരും. ഇതൊരു ദുഃഖവിശേഷമായി തീരും. ആ ദിവസത്തെ നമ്മൾ ദുഃഖവെള്ളി എന്ന് വിളിക്കുന്നു മലയാളത്തിൽ. പക്ഷേ ഇംഗ്ലീഷാണ് കറക്റ്റായിട്ടുള്ള തർജ്ജമ. അവർ പറയുന്നത് ഗുഡ് ഫ്രൈഡേ, നല്ല വെള്ളിയാഴ്ച. കാരണം എന്താണ്? ആ വെള്ളിയാഴ്ചയാണ് സാത്താനെ ദൈവം വിധിച്ചത്. സാത്താനെ വിധിക്കാൻ വേണ്ടി ആവശ്യമായ ആ നീതി അന്നാണ് നടപ്പായത്. സാത്താനെ വിധിക്കാൻ ആവശ്യമായ മാനദണ്ഡം അന്നാണ് നടപ്പിലായത്. കാരണം അല്ലെങ്കിൽ സാത്താൻ പറയും, മൃഗത്തിൻ്റെ ബലി കൊണ്ടല്ലേ മനുഷ്യൻ്റെ പാപം ക്ഷമിക്കുന്നത്. സാത്താൻ അല്ലെങ്കിൽ പറയും, ഡയറക്റ്റായിട്ട് ദൈവത്തിന് ക്ഷമിക്കാമെങ്കിൽ ദൈവമേ എൻ്റെയും കൂടെ പാപം ക്ഷമിച്ചേര്. ഡയറക്റ്റായിട്ട് ദൈവം ക്ഷമിക്കേണ്ടി വരും മനുഷ്യൻ്റെ ക്ഷമിക്കുമ്പോൾ. പിന്നെ മൃഗത്തിൻ്റെ ബലി കൂടെയാണെങ്കിൽ സാത്താൻ പറയും, മൃഗത്തിൻ്റെ ബലി കൂടെയല്ലേ മനുഷ്യൻ്റെ പാപം ക്ഷമിക്കുന്നത്, എൻ്റെയും ക്ഷമിച്ചേക്ക്. പക്ഷേ ഇവിടെ മൃഗത്തിൻ്റെയോ അതോ ഡയറക്റ്റായിട്ട് വെറുതെ ഒരു കാര്യമില്ലാതെ, ഒരു നീതിയില്ലാതെ ക്ഷമിക്കുന്ന പരിപാടിയല്ല ദൈവം ചെയ്യുന്നത്. ആ പാപത്തെ മുഴുവനായിട്ടും ദൈവം നീതിയോടെ ന്യായം വിധിക്കുകയാണ്. ദൈവത്തിൻ്റെ നീതിക്ക് ഒരു കോട്ടവും തട്ടാതിരിക്കാൻ വേണ്ടി. സാത്താൻ ഈ പറയാൻ പറ്റില്ല ദൈവം നീതിമാനല്ലെന്ന്. ദൈവം പാപത്തെ ശിക്ഷിച്ചു, പാപത്തെ പൂർണ്ണമായിട്ട് തന്നെ ശിക്ഷിച്ചു കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ. പക്ഷെ കർത്താവായ യേശു ക്രിസ്തു ഒരു ദൂതനായിട്ടാണ് വന്നിരുന്നതെങ്കിൽ, സ്വർഗദൂതനായിട്ടാണ് വന്നിരുന്നതെങ്കിൽ സാത്താന് പറയാമായിരുന്നു, എൻ്റെയും കൂടെ പാപം ക്ഷമിച്ചേക്കണം, ഞാനും ഒരു ദൂതനാണ്. പക്ഷെ കർത്താവ് ഒരു മനുഷ്യനായിട്ട് വന്നു. കാരണം മനുഷ്യരുടെ പാപമാണ് ദൈവം ക്ഷമിക്കാൻ ഉദ്ദേശിക്കുന്നത്, സാത്താൻ്റെ അല്ല.
സാത്താൻ ഏത് ന്യായപ്രമാണം ഉപയോഗിച്ചാണോ യഹൂദന്മാരെയും ഇയ്യോബിനെ വരെ ഇത്രയും കാലം കുറ്റം വിധിച്ചുകൊണ്ടിരുന്നത്, അതേ ന്യായപ്രമാണം ഉപയോഗിച്ച് കർത്താവ് എല്ലാവരെയും നീതീകരിക്കുകയാണ്. അതേ ന്യായപ്രമാണത്തിന് ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ശിക്ഷ പാപം ചെയ്യാത്തവനായിട്ട്, പാപം ചെയ്തവനായിട്ട് ശിക്ഷ അനുഭവിച്ചാൽ കഴിഞ്ഞു, അതിന് വലിയ പ്രസക്തിയില്ല. പക്ഷേ ഈ മാടുകളെപ്പോലെ അതിൻ്റെ രക്തത്തിന് ബലം വരുന്നത് എന്തുകൊണ്ടാണ്? അതിന് പാപമില്ല. പാപം ചെയ്യാത്ത ഒരുത്തൻ വേണം മറ്റുള്ളവരുടെ പാപത്തിന് വേണ്ടി ബലിയാവാൻ. അതാണ് ബലിയുടെ അടിസ്ഥാനം. അത് തന്നെയാണ് ബെയിലിൻ്റെ അടിസ്ഥാനം. ബെയിൽ എന്ന് പറയുന്ന രണ്ട് വാക്കുകളും സിമിലറാണ്. അതിന് അർത്ഥത്തിനും സിമിലാരിറ്റി ഉണ്ട്. നമ്മളൊക്കെ പാപം ചെയ്തിട്ട് ഒരു ജയിലിൽ കിടക്കാമെന്ന് വിചാരിക്കാം. ആ സമയത്ത് അവിടെ ബെയിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ആര് വരണം? നമ്മൾ അതേ പാപം ചെയ്തവൻ അല്ലെങ്കിൽ നമ്മളെപ്പോലെ പാപിയായവൻ വന്നാൽ നമ്മളെ ബെയിലിൽ പുറത്തെടുക്കാൻ പറ്റുമോ? പറ്റില്ല. പാപം ചെയ്യാത്തവൻ വരണം, പുറത്തുനിന്ന് വരണം എന്ന് പറയുന്ന മാതിരി മാനവരാശി മുഴുവനും പാപത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്. ആദമിലൂടെ തന്നെ പാപവും ശാപവും മരണവും വന്നു കഴിഞ്ഞു. മാനവരാശി മുഴുവൻ ആദം മുതലേ പാപത്തിന് അടിമപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെ പാപത്തിന് അടിമപ്പെട്ട് കിടക്കുന്ന ഈ മാനവരാശി ജയിലിനകത്ത് കിടത്തിട്ട് എത്ര നന്മ ചെയ്താലും ചെയ്തു പോയ പാപത്തിന് പ്രതികാരം അതിന് പശ്ചാത്താപം ആവുകയില്ല. പിന്നെ ചെയ്യാനിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞ നന്മകൾ അതിന് ഉപയോഗപ്പെടുകയില്ല. എന്താ കാരണം? ഒരു മർഡർ ചെയ്യുന്നതിന് മുമ്പ് എത്ര നല്ല കർമ്മം ചെയ്താലും, മർഡർ ചെയ്ത ശേഷം എത്ര നല്ല കർമ്മം ചെയ്താലും ആ നല്ല കർമ്മത്തിന് യാതൊരു പ്രസക്തി ഇല്ലാത്തത് മാതിരിയാണ് എല്ലാ പാപികളായ മനുഷ്യരുടെയും അവസ്ഥ. ആ മർഡറിന് അവന് ശിക്ഷാവിധി കിട്ടി, അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് അവൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് പാപം ചെയ്യാത്ത ഒരു വ്യക്തി വന്നിട്ട് വേണം അവനെ വിടുവിക്കാൻ. ഇനി അവന് ബെയിൽ മാത്രം കൊടുക്കാനാണെങ്കിൽ പാപം ചെയ്യാത്ത ഏതെങ്കിലും വ്യക്തി വന്നിട്ട് അവന് ബെയിൽ കൊടുക്കാം. പക്ഷെ ബെയിൽ മാത്രമല്ല, അവനെ പൂർണ്ണമായിട്ടും ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ വ്യക്തി അവൻ്റെ കുറ്റം ഏറ്റെടുക്കാൻ തയ്യാറാവണം. അതാണ് ഇവിടെ കർത്താവായ യേശുക്രിസ്തു ചെയ്യുന്നത്. നിങ്ങൾക്കും എനിക്കും പകരമായി പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, നിങ്ങളുടെ കുറ്റം അതുമൂലമുള്ള ശിക്ഷാവിധി അവൻ്റെ മേലെ ഏറ്റെടുക്കണം. പാപങ്ങൾ അവൻ്റെ മേലെ വരുന്നില്ല കേട്ടോ, അവൻ പാപിയായി തീരുന്നില്ല. അങ്ങനെയുള്ള വ്യാഖ്യാനം തെറ്റാണ്. അവൻ നിങ്ങളുടെ കുറ്റം, നിങ്ങളാണ് ചെയ്തത്, പക്ഷേ അവൻ നിങ്ങളുടെ കുറ്റം ഏറ്റെടുക്കുകയാണ്. ആ കുറ്റം ഏറ്റെടുത്തിട്ട് നിങ്ങളെ നിർദോഷനായിട്ട് വിടുകയാണ്. എന്ന് മാത്രമല്ല, ആ കുറ്റത്തിന് ശിക്ഷാവിധിയുണ്ട്. ആ ശിക്ഷാവിധി നിങ്ങൾക്ക് പകരമായിട്ട് അവൻ അനുഭവിക്കുകയാണ്. ന്യായപ്രമാണത്തിന് ഏതൊരു പാപിക്കും തരാൻ കഴിയുന്ന മാക്സിമം ശിക്ഷ പാപം ചെയ്യാത്ത യേശു ക്രിസ്തു അവൻ്റെ ശരീരത്തിൽ വഹിച്ചു. ആ ശിക്ഷ തീർന്നു, മരിച്ചു. പാപത്തിൻ്റെ ശമ്പളം മരണം, ദൈവത്തിൻ്റെ ദാനമോ നിത്യജീവൻ. അപ്പോൾ ദൈവത്തിൻ്റെ ദാനം നിത്യജീവൻ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ദൈവത്തിന് വേണമെങ്കിൽ കർത്താവിനെ ഉയർപ്പിക്കാതിരിക്കാം. കാരണം കർത്താവ് മറ്റ് മനുഷ്യരെ പോലെ ആയിപ്പോവും. പക്ഷെ ദൈവം അങ്ങനെ ചെയ്തില്ല. ദൈവം മൂന്നാമത്തെ ദിവസം കർത്താവിനെ ഉയർപ്പിച്ചു. എന്തുകൊണ്ടാണ് ഉയർപ്പിച്ചത്? മറ്റ് മനുഷ്യർ, ആബേലൊക്കെ മരിച്ചു, പക്ഷെ ആബേലിനെ കർത്താവ് ഉയർപ്പിച്ചില്ലല്ലോ. യേശു ക്രിസ്തുവിൽ ജന്മപാപം മുതൽ ഒരു പാപവും ഇല്ലാത്തവനാണ്. യേശു ക്രിസ്തു മറ്റുള്ള പാപം ഏറ്റെടുത്തു എന്നുള്ള ഒരു ഉപദേശം ചില ആളുകൾ പറയുന്നുണ്ട്. അത് തെറ്റാണ്. പാപം ഏറ്റെടുക്കാൻ പറ്റില്ല. പാപത്തിൻ്റെ ശിക്ഷാവിധിയാണ് യേശു ക്രിസ്തു ഏറ്റെടുത്തത്. കുറ്റമാണ് ഏറ്റെടുത്തത്. പാപം കർത്താവ് ചെയ്തിട്ടില്ല. കർത്താവിൽ ഒരു പാപവുമില്ല. അവൻ പരിശുദ്ധനാണ്. അവൻ പരിശുദ്ധനായതുകൊണ്ടാണ് ദൈവത്തിന് പീലാത്തോസിൻ്റെയും യഹൂദന്മാരുടെയും ന്യായപ്രമാണ പ്രകാരം, റോമക്കാരുടെ നിയമപ്രകാരമുള്ള ആ ശിക്ഷാവിധിയെ തിരിക്കാനായിട്ട് സാധിച്ചത്. ദൈവം പറയാണ് പീലാത്തോസിൻ്റെ വിധി തെറ്റാണ്. ദൈവം പറയാണ് അവർ ന്യായപ്രമാണത്തെ തെറ്റായ രീതിയിൽ വിനിയോഗിച്ചു, അവരുടെ വിധിയും തെറ്റാണ്. ദൈവം പറയാണ് ഇവനിൽ പാപമില്ല. പാപമില്ലാത്തവൻ ഇങ്ങനെ മരിക്കാൻ പാടില്ല, മരിച്ചു പോകാൻ പാടില്ല. ആദം മരിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല, ആദാമിൻ്റെ മക്കൾ മരിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ ജന്മപാപം മുതൽ ഒരു പാപമില്ലാത്ത ഇവൻ ഇതുപോലെ മരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ നീതി ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് പാപികൾക്ക് വേണ്ടിയുള്ള ശിക്ഷ അനുഭവിച്ച ശേഷം, മരിച്ച ശേഷം മൂന്നാമത്തെ ദിവസം, ആ മരണം ഉറപ്പാക്കാൻ വേണം ഈ 3 ദിവസം. യോന ഒരു മീനിൻ്റെ വയറ്റിൽ കിടന്നു എന്നുള്ള പ്രവചനമുണ്ട്. ആ പ്രവചനം നിവർത്തിക്കാനും കൂടിയാണോ 3 ദിവസം? മൂന്നാമത്തെ ദിവസം കർത്താവിനെ ഉയർപ്പിക്കുകയാണ്. ആ ഉയർപ്പിക്കുന്ന സമയത്ത് ദൈവം എന്താ പറയുന്നത്? പീലാത്തോസിൻ്റെയും യഹൂദന്മാരുടെയും ന്യായവിധി, ഹേരോദാവിൻ്റെയും ന്യായവിധി തെറ്റാണ്. അവർ ന്യായപ്രമാണത്തെ ശരിയായ രീതിയിൽ വിനിയോഗിച്ചില്ല. ഞാൻ ദൈവം ശരിയായ രീതിയിൽ അത് വിനിയോഗിക്കാൻ പോവാണ്
ഇവനിൽ പാപമില്ലാത്തതുകൊണ്ട് ഇവനെ ഞാൻ ഉയർപ്പിക്കുകയാണ്. ശരീരത്തോടെയാണ് ഉയർപ്പിക്കുന്നത്. അങ്ങനെ ശരീരത്തോടെയുള്ള ഉയർപ്പ് അതുകൊണ്ട് ആവശ്യം. അതുകൊണ്ടാണ് ശരീരം അവൻ്റെ